നമസ്കാരം. വയനാട് മുണ്ടയ്ക്കൈ ചൂരൽമല ദുരന്തമുണ്ടായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ വെറും കടലാസിൽ മാത്രമായി ഒതുങ്ങുന്നു എന്നതിന്റെ നടുക്കുന്ന നേർക്കാഴ്ചയാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിന് മുന്നിൽ ഇപ്പോൾ കാണുന്ന ദുരന്ത ബാധിതരുടെ ശക്തമായ പ്രതിഷേധം. ജീവന്റെ തുടുപ്പുകൾ ബാക്കി വെച്ച് ഒലിച്ചുപോയ കുടിലുകളിൽ നിന്നും ജീവനുമായി രക്ഷപ്പെട്ട മനുഷ്യർ ഇന്ന് നീതിക്കായി തെരുവിലിറങ്ങേണ്ടി വന്നിരിക്കുകയാണ്. മൈക്രോ പ്ലാനിലൂടെ സർക്കാർ പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ ധനസഹായം പോലും അർഹരായവരുടെ കൈകളിലെത്തിക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് തികച്ചും അനാസ്ഥയും വഞ്ചനയുമാണ്. ദുരന്തബാധിതരുടെ കണ്ണീരിൽ രാഷ്ട്രീയം കളിക്കുന്ന സമീപനമാണ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വാഗ്ദാനങ്ങളുടെ പെരുമഴ തീർത്ത് വോട്ട് നേടാൻ ശ്രമിക്കുന്ന സർക്കാരുകൾ യഥാർത്ഥ പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങളെ പട്ടിണിക്കിടുന്ന ക്രൂരമായ കാഴ്ചയാണ് വയനാട്ടിൽ കാണാൻ കഴിയുന്നത്. ഈ പശ്ചാത്തലത്തിൽ ദുരന്തബാധിതർ നടത്തുന്ന സമരം ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയുള്ള ശക്തമായ താക്കീത് കൂടിയാണ്. മുണ്ടയ്ക്കൈ ചൂരൽമല ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർ ഇന്നും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ്. അന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ കണ്ണീരൊഴുക്കുകയും 1000 വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്ത ഭരണാധികാരികൾ ഇന്ന് ജനങ്ങളുടെ ദയനീയ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. മൈക്രോ പ്ലാനിന്റെ പേരിൽ സർക്കാർ വാഗ്ദാനം ചെയ്ത 2 ലക്ഷം രൂപ ധനസഹായം പോലും യഥാർത്ഥ അർഹരിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. പലരുടെയും അക്കൗണ്ടുകളിൽ തുച്ഛമായ തുകകൾ മാത്രമാണ് എത്തിച്ചേർന്നത്. ദുരന്തം നടന്ന് 2 വർഷത്തോടടുക്കും തോറും പുനരധിവാസം എന്നത് ഇപ്പോഴും ഒരു സ്വപ്നമായി മാത്രം അവശേഷിക്കുന്നു. സർക്കാരിന്റെ ഈ അലംഭാവം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ കോടാനുകോടി രൂപ എങ്ങോട്ടാണ് പോയതെന്ന ചോദ്യത്തിന് ഇന്നും കൃത്യമായ മറുപടി നൽകാൻ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല. സാധാരണക്കാരുടെ കണ്ണീരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന സർക്കാരിന്റെ മുഖംമൂടിയാണ് ഈ സംഭവത്തിലൂടെ വീണ്ടും അഴിഞ്ഞു വീഴുന്നത്. ദുരന്ത ബാധിതർ ഇനി മൗനമായിരിക്കില്ല എന്നതിന്റെ തെളിവാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിന് മുന്നിൽ ഇപ്പോൾ അരങ്ങേറുന്ന പ്രക്ഷോഭം. തങ്ങളെ പറ്റിക്കുകയാണെന്ന് ബോധ്യമായപ്പോൾ ഇനി പിന്നോട്ടില്ലെന്ന ദൃഢനിശ്ചയത്തോടെയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഓഫീസിനുള്ളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. വാഗ്ദാനം ചെയ്ത പണം ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കുന്നത് വരെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന നിലപാട് സർക്കാരിന്റെ ഉറക്കം കെടുത്തുന്നതാണ്. നാളെ തരാം, മറ്റന്നാൾ തരാം എന്ന് പറഞ്ഞ് അധികാരികൾ തങ്ങളെ നിരന്തരം കബളിപ്പിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. രോഗികളും കിടപ്പു രോഗികളും പ്രായമായവരും അടങ്ങുന്ന സാധാരണക്കാരായ മനുഷ്യർ ഇന്ന് അത്താഴപ്പട്ടിണിയിലോ അതീവ ബുദ്ധിമുട്ടിലോ ആണ് ജീവിക്കുന്നത്. ഈ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ക്രൂരതയ്ക്കെതിരെ ഉയർന്നു കേൾക്കുന്ന ജനകീയ മുന്നേറ്റം കൂടിയാണിത്. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കും വാഗ്ദാന ലംഘനത്തിനുമെതിരെയുള്ള ഈ പ്രതിഷേധം കേരളത്തിലുടനീളമുള്ള ജനങ്ങളുടെ അമർഷമാണ് പുറത്തു കൊണ്ടുവരുന്നത്. 1000 പേർക്ക് ധനസഹായം നൽകി കഴിഞ്ഞുവെന്ന സർക്കാർ അവകാശവാദം തികഞ്ഞ പച്ചക്കള്ളമാണെന്ന് ദുരന്തബാധിതർ ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാർ കണക്കുകൾ കടലാസിൽ മാത്രം ഒതുങ്ങുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. അർഹരായ പലർക്കും ഇതുവരെ 1 രൂപ പോലും ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ പണം നൽകിയെന്ന് അവകാശപ്പെടുന്ന 1000 പേരുടെ കൃത്യമായ ലിസ്റ്റ് പരസ്യപ്പെടുത്താൻ അധികൃതർ തയ്യാറാകണമെന്ന് സമരക്കാർ ശക്തമായി ആവശ്യപ്പെടുന്നു. അഴിമതിയും സ്വജന പക്ഷപാതവും കാരണം അർഹരായവർ തഴയപ്പെടുകയും രാഷ്ട്രീയ സ്വാധീനമുള്ളവർ മാത്രം ആനുകൂല്യങ്ങൾ കൈക്കലാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ചെടുത്ത ഫണ്ട് എവിടെയൊക്കെ വകമാറ്റി ചെലവഴിച്ചു എന്നതിന്റെ കൃത്യമായ കണക്കുകൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. സുതാര്യതയില്ലാത്ത ഭരണരീതിയും അഴിമതി നിറഞ്ഞ നടപടികളുമാണ് വയനാട്ടിലെ ജനങ്ങളെ വീണ്ടും തെരുവിലിറങ്ങാൻ നിർബന്ധിതരാക്കിയത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഇത്തരം തന്ത്രങ്ങൾ ഇനി കേരളത്തിൽ നടപ്പിലാകില്ല. ദുരന്തത്തിൽ വീടും കിടപ്പാടവും ബന്ധുക്കളെ നഷ്ടപ്പെട്ട മാനസികമായി തകർന്നിരിക്കുന്ന മനുഷ്യർക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിഷേധാത്മക നിലപാട്. രോഗങ്ങളും മറ്റ് കടുത്ത സാമ്പത്തിക ബാധ്യതകളും കാരണം വറുതിയുടെ പടുകുഴിയിലാണ് ഓരോ കുടുംബവും ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാത്ത അവസ്ഥയിലും സർക്കാരിന്റെ കാരുണ്യത്തിനായി കൈനീട്ടേണ്ടി വരുന്ന ഗതികേടിലാണിവർ. എന്നാൽ ഈ പാവങ്ങളുടെ ദുരിതം കാണാൻ അധികാരികളുടെ കണ്ണുകൾ തുറക്കുന്നില്ല. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിക്കുന്നുവെന്ന ആരോപണവും ഇവിടെ ശരിവെക്കപ്പെടുകയാണ്. വയനാട് ദുരന്തമുണ്ടായ ആദ്യ നാളുകളിൽ വലിയ പ്രഖ്യാപനങ്ങളുമായി രംഗത്ത് വന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും പിന്നീട് ദുരന്ത ബാധിതരെ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല. ജനങ്ങളെ കബളിപ്പിക്കുന്നതായി അവതരിപ്പിച്ച മൈക്രോ പ്ലാൻ എന്നത് വെറും ഒരു പ്രഹസനമായി മാത്രം മാറി. കടലാസിൽ മാത്രം ഒതുങ്ങിയ സുന്ദരമായ പദ്ധതികൾ യഥാർത്ഥ ജീവിതത്തിൽ നടപ്പിലാക്കാൻ യാതൊരു ഇച്ഛാശക്തിയും ഈ സർക്കാരിനില്ലെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ദുരന്ത ബാധിതർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ മറ്റൊരു വലിയ വികസന പദ്ധതിയെക്കുറിച്ചും സംസാരിക്കാൻ സർക്കാരിന് എന്ത് അർഹതയാണുള്ളത്? പുനരധിവാസത്തിന്റെ പേരിൽ കോടികൾ പിരിച്ചെടുക്കുകയും എന്നാൽ അർഹരായ പാവങ്ങൾക്ക് അർഹമായ അലവൻസുകൾ പോലും സമയത്തിന് നൽകാതിരിക്കുകയും ചെയ്യുന്നത് കടുത്ത വഞ്ചനയാണ്. സർക്കാരിന്റെ ഈ വീഴ്ച ജനദ്രോഹപരമായ
നയങ്ങളുടെ നേർക്കാഴ്ച കൂടിയാണ്. ജനങ്ങളുടെ വോട്ടിലൂടെ ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ കയറിയിട്ടും ജനങ്ങളെ തന്നെ ദ്രോഹിക്കുന്ന നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. വയനാട് ദുരിതാശ്വാസ ഫണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഓരോ വിവരണവും കടുത്ത ആശങ്കകളാണ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും മലയാളികൾ സ്നേഹത്തോടെ നൽകിയ പണം എങ്ങോട്ട് ചോർന്നുപോയി എന്നതിന് കൃത്യമായ കണക്കുകളൊന്നുമില്ല. അർഹതപ്പെട്ടവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്താതിരിക്കുകയും എന്നാൽ അനർഹരായ പലരുടെയും കൈകളിൽ ഫണ്ട് എത്തിച്ചേരുകയും ചെയ്തു എന്ന ആക്ഷേപം അതീവ ഗൗരവത്തോടെ കാണേണ്ടതുകൂടിയാണ്. ഇതിന് പിന്നിൽ വലിയ തോതിലുള്ള അഴിമതിയും രാഷ്ട്രീയ ഇടപെടലുകളും നടന്നിട്ടുണ്ട് എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ് സർക്കാർ തുടരുന്നത്. പണം നൽകിയെന്ന് അവകാശപ്പെടുന്നവരുടെ ലിസ്റ്റ് പുറത്തുവിടാൻ അധികാരികൾ ഭയക്കുന്നത് എന്തിനാണ്? എല്ലാ കാര്യങ്ങളിലും സുതാര്യത പുലർത്തണമെന്ന് അവകാശപ്പെടുന്ന സർക്കാരിന്റെ കള്ളക്കളികൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ തീരുമാനം സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയുള്ള ശക്തമായ മറുപടി കൂടിയാണ്. ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ജനങ്ങളുടെ ശബ്ദം അടച്ചുപൂട്ടാമെന്ന് സർക്കാർ കരുതേണ്ടതില്ല. സ്വന്തം ജീവന്റെ വിലയായി ലഭിക്കേണ്ട അർഹമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങേണ്ടി വരുന്നത് ഏത് നാടിന്റെയും ദുരവസ്ഥയാണ്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം മനുഷ്യത്വത്തിന് മുൻഗണന നൽകേണ്ട ഭരണാധികാരികൾ സ്വന്തം പൗരന്മാരെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. സർക്കാർ മാറി മാറി വന്നേക്കാം, എന്നാൽ ദുരന്തബാധിതർക്ക് പിന്തുണയുമായി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം തീർത്തുകൊണ്ട് മാത്രമേ ഇത്തരം നീതികേടുകളെ പ്രതിരോധിക്കാൻ സാധിക്കൂ. ജനങ്ങളുടെ കൂട്ടായ ഈ പോരാട്ടം സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന ഈ വലിയ പ്രതിസന്ധിയെ പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്ന പരാതിയും ശക്തമാണ്. ഭരണകൂടത്തിന്റെ തെറ്റുകളെ മൂടിവെക്കാനും ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ നിസ്സാരവൽക്കരിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയുടെയും ജനങ്ങളുടെയും ശക്തമായ ഇടപെടലുകൾ കാരണം ഇത്തരം അവഗണനകൾ ഇനി അധികകാലം നിലനിൽക്കില്ല. ദുരിതാശ്വാസത്തിന്റെ പേരിൽ വലിയ കൊട്ടിക്കോശങ്ങൾ നടത്തുമ്പോഴും ₹1 പോലും കയ്യിലില്ലാത്ത കണ്ണീരോടെ കഴിയുന്ന അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു മനസാക്ഷിയുള്ള മനുഷ്യനും സാധിക്കില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനകൾ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ കടുത്ത അവഗണനയും വഞ്ചനയും ഉടൻ തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. മൈക്രോ പ്ലാൻ പ്രകാരം പ്രഖ്യാപിച്ച ധനസഹായം യാതൊരു ഉപാധികളുമില്ലാതെ അർഹരായ എല്ലാ കുടുംബങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ അടിയന്തിരമായി എത്തിക്കാൻ സർക്കാർ തയ്യാറാകണം. വെറും വാഗ്ദാനങ്ങളും കടലാസ് കണക്കുകളും കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്ന വ്യാമോഹം ഭരണാധികാരികൾ ഉപേക്ഷിക്കണം. ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാതെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ ഈ പ്രതിഷേധം കേരളം മുഴുവൻ വ്യാപിപ്പിക്കുകയും സർക്കാരിന്റെ അടിത്തറ ഇളക്കുകയും ചെയ്യും. ജനങ്ങളുടെ കണ്ണീരിന് മറുപടി പറയാൻ ബാധ്യസ്ഥരായ ഭരണാധികാരികൾ ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിക്കുമെന്നും ദുരന്തബാധിതർക്ക് അർഹമായ നീതി ലഭിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.